ശ്രീജിത്ത് IPS സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് ഇടയിൽ ആവർത്തിച്ച് നടത്തിയ പരാമർശം സത്യത്തിൽ വളരെ വേദനാകരവും ദയനീയവുമാണ്. അദ്ദേഹം ആ കുട്ടികളോട് നേരിട്ട് ജാതി ചോദിക്കുന്ന രീതിയിലും നായന്മാരെന്ന് പറയുന്നത് തറവാടികളാണ് എന്നും മുസ്ലിങ്ങൾക്കും ഈഴവർക്കും അതുപോലെ വിശ്വകർമ്മജർക്കും ഒന്നും തറവാടില്ല എന്നുമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എടുത്ത് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ മറുപടി പറയുന്നു, ഏതൊരു ജാതിയുടെ സംസ്കാരമാണോ മറ്റുള്ളവർ സ്വീകരിക്കുന്നത് അല്ല മറ്റുള്ളവർ സ്വാംശീകരിക്കുന്നത് അതിനെയാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്നതെന്നാണ്. സത്യത്തിൽ അദ്ദേഹം ഈ പറയുന്നതിന് ചരിത്രപരമായ യാതൊരു ന്യായീകരണമോ തെളിവോ ഇല്ല. നായന്മാരുടെ തറവാടെന്നല്ല പറഞ്ഞിരുന്നത്, നായന്മാരുടെ വീടിന് വീട് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മന എന്ന് പറയുന്ന നമ്പൂതിരിപ്പാടിൻ്റെയും ഇല്ലം എന്നത് നമ്പൂതിരിമാരുടെയും കോവിലകം അഥവാ കൊട്ടാരം എന്നത് രാജാക്കന്മാരുടെയും വീട് നായരുടെയും ഇടം അല്ലെങ്കിൽ കൂട്ടാല സാമന്തരുടെയും പുഷ്പോത്തെ പിഷാരം വാര്യം തുടങ്ങിയവ അമ്പലവാസികളുടെയും മഠം ചാക്യാന്മാരുടെയും കുടിച്ചാലിയന്മാരുടെയും പീഡിക മാപ്പിളമാരുടെയും പുര തീയരുടെയും കമ്മാളരുടെയും ചാള ചെറുമരുടെയും താമസ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ പേരായിരുന്നു. അപ്പോൾ തറവാട് എന്ന വാക്കിന് തറ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലമെന്ന് അർത്ഥമേ ഉള്ളൂ, അല്ല അതിന് വലിയ മഹത്വമായ കാര്യമൊന്നുമില്ല. തറവാട് പോയിട്ട് നായർ സമുദായത്തിന് ഒരുപക്ഷെ കേരളത്തിൽ ഇതര സമുദായങ്ങളെക്കാൾ വളരെ താമസിച്ചു മാത്രം കുടുംബവും വീടും വിവാഹ സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു കേരളത്തിലെ നായന്മാരെന്ന് പറയുന്നത്. അഥവാ ശ്രീജിത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, തിരിച്ചു പറയുകയാണെങ്കിൽ, വളരെ അപഹർഷണപരമായിട്ടുള്ള അപമാനകരമായ ഒരു ജീവിത സാഹചര്യമായിരുന്നു കേരളത്തിലെ നായന്മാർക്കുണ്ടായിരുന്നത്. നമ്പൂതിരിമാരുടെ വെറും ഒരു സ്റ്റെപ്പിനി മാത്രമായിരുന്നു, അഥവാ അവരുടെ ഒരു ഉപഭോഗ വസ്തു മാത്രമായിരുന്നു നായന്മാരെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 1920 നമ്പൂതിരി നായന്മാർ തമ്മിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്പൂതിരിയുടെ നായർ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്ന് പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് പത്മനാഭ അയ്യർ നടത്തിയ ഒരു വിധി പ്രസ്താവത്തിൽ ഈ നമ്പൂതിരി നായർ വിഭാഗം നിയമപരമല്ല എന്നതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ചെലവിന് കൊടുക്കാൻ ജീവനാംശം കിട്ടാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. പിന്നീട് താണുപിള്ളയാണ് തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ പ്രജാസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നതും ആ ബില്ല് പോലും അന്ന് ചർച്ച ചെയ്യപ്പെടാതെ തള്ളിപ്പോവുകയുണ്ടായി. 1920 നായർ പിന്തുടർച്ചാവകാശ നിയമം ഉണ്ടാകുന്നത്. അത് C രാമൻപിള്ള അവതരിപ്പിച്ച ആ നിയമവും സത്യത്തിൽ തള്ളിപ്പോവുകയാണ് ഉണ്ടായത്. പിന്നീട് 1921 മരുമക്കത്തായ നിയമം ഉണ്ടാകുന്നതോടുകൂടി ആണ് ജീവനാംശവും അതുപോലെ തന്നെ വിവാഹത്തിന് രജിസ്ട്രേഷനും വേണമെന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന ആൾ, യുക്തിവാദിയായ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അവതരിപ്പിച്ച മക്കത്തായ ബില്ല് 321-നെതിരെ 322 വോട്ടിനാണ് ജയിക്കുക. അതായത് ഒറ്റ വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് തിരുവിതാംകൂർ പ്രജാസഭയിൽ അത് പാസ്സാക്കപ്പെടുന്നത്. അങ്ങനെ അവസാനം 1925 നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കപ്പെടുന്നതും ആ നായർ റെഗുലേഷൻ ആക്ടിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നായർക്ക് കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായത്. അതുവരെയുള്ളായിരുന്ന നായന്മാരുടെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗതികെട്ട ഒന്നായിരുന്നു. വളരെ ഗതികെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലെ വിവാഹത്തിന് യാതൊരുവിധമായ സാധൂകരണം ഉണ്ടായിരുന്നില്ല. നാലുകെട്ടിലോ ഒക്കെ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, ജോലി ചെയ്യാൻ ആണുങ്ങൾ തയ്യാറായിരുന്നില്ല. വെറും കൂലി പട്ടാളമായിട്ടും കൂലി തല്ലുകാരായിട്ടും മാറിയിരുന്ന ഒരു സമൂഹം. നമ്പൂതിരിമാർക്ക് അവരുടെ വേഴ്ചയ്ക്ക് പറ്റിയ ഒരു സ്ഥലമെന്ന രീതിയിൽ അവർ കണ്ടെത്തിയ ഒരു പ്രദേശമായിരുന്നു ഇത്. ചുരുക്കി പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള സാംസ്കാരികമായ ഉന്നമനമോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ഡോമിനൻ്റ് ആയിട്ടുള്ള യാതൊരു മേധാവിത്വപരമായ യാതൊരു അവകാശങ്ങളും ഇല്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലെ നായർ എന്ന് പറയുന്നത്. 1891 സെൻസസിൽ തിരുവിതാംകൂറിലെ മൊത്തം വീടുകളുടെ എണ്ണം 5,36,898. അതിൽ ഓടിട്ട വീടുകളെന്ന് പറയുന്നത് കേവലം 4,025 മാത്രമാണ്.
അന്ന് കേരളത്തിലെ നായന്മാരിലെ തിരുവിതാംകൂറിലെ നായന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,75,000 ഇപ്പം 2,75,000 നായന്മാർക്ക് വീടുകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ തെളിവ്. അതായത് ഓടിട്ട വീടുകൾ പോലും ഇല്ല, വെറും കൂനാച്ചി പേരുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ നായന്മാരുടെ വസ്ത്രമെന്ന് പറയുന്നത് കച്ച ഉടുക്കാനൊരു മുണ്ട് പോലും ഉണ്ടായിരുന്നില്ല. പലരും കേവലം കൊട കൊടുത്ത് മാത്രം നടന്നിരുന്നതാണ്. പി കെ ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥയുടെ ചരിത്രം, കേരളത്തിലെ ഏത് നായർ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും അത് പോരായെങ്കിൽ റോബിൻ ജെഫ്രിയുടെ നായർ മേധാവിത്വത്തിൻ്റെ പതനം, അതുപോലെ തന്നെ ഐവറി ത്രോൺ എന്ന് പറയുന്ന പുസ്തകം, അങ്ങനെ നായന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൊച്ചി രാജചരിത്രം, തിരുവിതാംകൂർ രാജചരിത്രം തുടങ്ങിയുള്ള ധാരാളം കൃതികളിൽ വളരെ വ്യക്തമായും നായന്മാരുടെ ചരിത്രം പറയുന്നത് വളരെ ദയനീയമായ പരിതാപകരമായ ഒന്നായിട്ടാണ്. 1931 നായന്മാർ 68.9% ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം 37% മാത്രമായിരുന്നു. അങ്ങനെ 1931 69% ഉണ്ടായിരുന്ന നായന്മാർ ഇപ്പോൾ 2026 കേരളത്തിൽ വെറും 11% മാത്രമാണുള്ളത്. എന്ന് പറഞ്ഞാൽ അവരുടെ ജനസംഖ്യ മാത്രമല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്ന ഈ നായന്മാർക്ക് നമ്പൂതിരിമാരെന്നും ഭയങ്കരമായ അയിത്തം ഉണ്ടായിരുന്നു. നമ്പൂതിരിമാരുടെ അയിത്തം ഉണ്ടായിരുന്ന നമ്പൂതിരിമാരുടെ അടുക്കിലേക്ക് ചെല്ലാൻ പോലുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന വിശാഖ തിരുനാൾ മഹാരാജാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത്, അദ്ദേഹത്തിന് മരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ രോഗം വന്ന് കിടക്കുമ്പോൾ ഡോക്ടർമാർ, അതായത് നമ്പൂതിരിമാരുടെ കൂട്ടത്തിൽ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് നായന്മാരായിട്ടുള്ള മറ്റ് ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ഡോക്ടർമാരെ പ്രവേശിപ്പിക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടത്ര ചികിത്സ കിട്ടാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നായരായിരുന്നത് കൊണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും പോലും അദ്ദേഹത്തെ കൊട്ടാരത്തിൽ കയറി കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഇത് ഞാനുണ്ടാക്കി പറയുന്നതല്ല, റോബിൻ ജെഫ്രിയുടെ നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്ന കൃതിക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയും ഈ പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ പല നേതാക്കന്മാരും പ്രസംഗിക്കുന്നത് പോലെ, അല്ലെ പല ആളുകളും തെറ്റായി പറയുന്നത് പോലെ കേരളത്തിൽ ചാതുർവർണ്ണ്യം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നമ്പൂതിരിമാരും നായന്മാരും മാത്രം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണത്തിലെ ബ്രാഹ്മണന്റെ സ്ഥാനത്തേക്ക് നമ്പൂതിരിമാരും, ബ്രാഹ്മണരല്ല നമ്പൂതിരിമാർ, സത്യത്തിൽ ബ്രാഹ്മണരല്ല എങ്കിലും ഈ ചാതുർവർണ്ണത്തിലെ ബ്രാഹ്മണന്റെ സ്ഥാനത്തേക്ക് നമ്പൂതിരിമാരും ശൂദ്രനായിട്ട് നായരുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് വസ്തുത. വൈശ്യന്മാരെന്നും ക്ഷത്രിയന്മാരെന്നും പറയാൻ രണ്ട് വിഭാഗങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. വൈശ്യന്മാരായിട്ട് പിന്നീട് വരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കച്ചവട മേഖലയിലേക്ക് കടന്നു വരുന്നതുകൊണ്ടാണ് കേരളത്തിൽ വൈശ്യ വിഭാഗം ഉണ്ടാകുന്നത്. അപ്പോൾ പൊതുവെ പറയപ്പെടുന്ന പോലെ ചാതുർവർണ്ണയത്തിൽപ്പെടുന്ന 4 ജാതികളും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്പൂതിരിമാരും നായന്മാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്പൂതിരിമാരുടെ വെറും വിഭാഗങ്ങളെ അവരുടെ സേവകന്മാരായി മാത്രമാണ് ഇവരെ കരുണക്കാക്കിയിരുന്നത്. മാത്രമല്ല അവർക്ക് യാതൊരു വിധമായിട്ടുള്ള അവകാശങ്ങളും കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആര്യന്മാരുടെ കുടിയേറ്റം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ദ്വൈവർണ്ണികർ മാത്രമാണ് കേരളത്തിലുള്ളത് എന്നും ബുദ്ധി കൊണ്ട് ചെയ്യേണ്ടത് ബ്രാഹ്മണരും ശക്തി കൊണ്ടല്ലെങ്കിൽ ദേഹം കൊണ്ട് ചെയ്യേണ്ടത് നായന്മാരും ചെയ്തുകൊണ്ടിരുന്നുവെന്നാണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രാചീന മലയാളം എന്ന കൃതിയിലും ഇതുപോലെ തന്നെ ബ്രാഹ്മണർ മലയാളി നായന്മാരെ ശൂദ്രർ എന്ന് വിളിച്ചിരുന്നു എന്നും അങ്ങനെ ശൂദ്രന്മാരായിട്ടാണ് നായന്മാർ കണക്കാക്കപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ശാങ്കര സ്മൃതിയുടെ 11-ാം അധ്യായത്തിൽ ശൂദ്രകർമ്മത്തെക്കുറിച്ച് പറയുന്നത് വളരെ കൃത്യമായും ബ്രാഹ്മണനെ ശുശ്രൂഷ ചെയ്യുക, ബ്രാഹ്മണൻ പറയുന്ന അനുസരിക്കുക എന്നല്ലാതെ യാതൊരു വിധമായ സവിശേഷമായ യാതൊരു അവകാശങ്ങളും നായന്മാർക്കുണ്ടായിരുന്നില്ല എന്നല്ല ഈ ശൂദ്രന്മാർക്കുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന പേരിൽ യഥാർത്ഥത്തിൽ ശ്രീജിത്ത് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ഗതികെട്ട ഒരവസ്ഥ എന്ന് പറയുന്നത്. പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പുസ്തകത്തിൽ ബ്രാഹ്മണ ദാസ്യവും ബ്രാഹ്മണ സംരക്ഷണത്തെയും കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബ്രാഹ്മണരുടെ ദാസന്മാരായി ബ്രാഹ്മണരെ സേവിക്കാൻ മാത്രമുള്ളവരായിരുന്നു കേരളത്തിലെ ശൂദ്രന്മാർ എന്ന് പറയുന്നതാണ് സത്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നിയ സംശയമുണ്ട്, കേരളത്തിലെ രാജാക്കന്മാരായിരുന്നു, കേരളത്തിലെ അവർ ക്ഷത്രിയന്മാരായിരുന്നില്ലേ എന്നുള്ളത്. അല്ല, കേരളത്തിലെ ക്ഷത്രിയ പദവിയിലേക്ക് കുറേ നായന്മാർ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ചില നായന്മാരെ ക്ഷത്രിയ പദവിയിലേക്ക് ഉയർത്താൻ നമ്പൂതിരിമാർ കണ്ടുപിടിച്ച പരിപാടികളിൽ ഒന്നായിരുന്നു ഷോഡശ ക്രിയകൾ, അല്ലെ ഷോഡശ മഹാദാനി എന്ന പേരിലുള്ള 16 ക്രിയകൾ.
അതിൽ രാജാവ് നൽകുന്ന ദാനം തുലാപുരുഷം, ഹിരണ്യഗർഭം, ബ്രാഹ്മണം, കൽപ്പതരു തുടങ്ങിയിട്ടുള്ള 16 കർമ്മങ്ങൾ ചെയ്യുന്ന നായന്മാരെ നമ്പൂതിരിമാരാക്കി അല്ലെങ്കിൽ ക്ഷത്രിയന്മാരാക്കി ഉയർത്തുക എന്നൊരു പ്രക്രിയ കേരളത്തിലെ നമ്പൂതിരിമാര് വളരെ തന്ത്രശാലികളായിരുന്ന, കാശുണ്ടാക്കാൻ സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി കഴിവുണ്ടായിരുന്നവർ ചെയ്തിരുന്നു. തുലാപുരുഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നായരുടെ ഇടത് കൈയിലെ യമന്റെ വിഗ്രഹവും വലത് കൈയിൽ സൂര്യവിഗ്രഹവും പിടിച്ചുകൊണ്ട് ഒരു ത്രാസിന്റെ ഒരു തട്ടിയിലിരിക്കുകയും മറുതട്ടിയിലെ അതിനു തുല്യമായ സ്വർണം വെക്കുകയും ചെയ്യുക. നമ്മുടെ ഇപ്പം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പം ഇവിടെ ഒരു തുലാഭാരം എന്ന് പറയുന്ന എന്തോ വലിയൊരു മഹാകാര്യം പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ MP-മാരും MLA-മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ പണ്ട് ബ്രാഹ്മണര് ക്ഷത്രിയന്മാരാക്കാൻ വേണ്ടി കാശുള്ള നായന്മാരുടെ കയ്യിൽ നിന്ന് അവരുടെ ഭാരത്തിന് തുല്യമായ സ്വർണം മേടിച്ചു കഴിയുമ്പോൾ അവർക്ക് ശർമ്മ പദവിയോ വർമ്മ പദവിയോ കൊടുത്തിരുന്നു. അതുപോലെ ഹിരണ്യഗർഭം എന്ന് പറയുന്ന മറ്റൊന്നുണ്ടായിരുന്നു. സ്വർണം കൊണ്ട് പശുവിനെ ഉണ്ടാക്കി ആ പശുവിൻ്റെ വായിലൂടെ കയറി പിന്നിലൂടെ ഇറങ്ങി വരുമ്പോൾ ആ കയറി ഇറങ്ങി വരുന്നയാൾ ക്ഷത്രിയനായി എന്നായിരുന്നു കണക്ക്. അങ്ങനെ പൊന്ന് കൊണ്ടുണ്ടാക്കിയ പശുവിൻ്റെ വായിൽ നിന്ന് ഇറങ്ങി വരുന്നത് കൊണ്ടാണ് അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാരെ പൊന്നു തമ്പുരാക്കന്മാർ എന്ന് വിളിച്ചിരുന്നത്. ഇങ്ങനെ ഉള്ള ഇറങ്ങി വരുന്ന ആളുകൾക്ക് പെരുമാളിൻ്റെ പദവി കൊടുക്കുക, വർമ്മയുടെ പദവി കൊടുക്കുക എന്നതായിരുന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയുള്ള കാര്യമാണ് പറയുന്നത്. 19 20 നൂറ്റാണ്ടുകളിലെ കാര്യമാണ് ഈ പറയുന്നത്. അത്രമാത്രം ദയനീയമായിരുന്ന ഒരവസ്ഥയായിരുന്നു കേരളത്തിലെ നായന്മാർക്കുണ്ടായിരുന്നത്. ഇവരൊക്കെ പല രാജാക്കന്മാരുടെയും സേവകന്മാരും അല്ലെങ്കിൽ ചാവേർ പടയിലെ അംഗങ്ങളുമായി നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത്. ചാവേർ പടയിൽപ്പെട്ട് രാജാക്കന്മാരുടെ മൂപ്പളവ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ചാവേറുകളായി പോയി അല്ലെ മാമാങ്കങ്ങളിൽ ചാവേറുകളായി പോയി ഒടുങ്ങിയ ഒരു നായന്മാരുടെ ഗതികെട്ട സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മരിമക്കത്തായും ഒക്കെ തന്നെ കേരളത്തിൽ ഉണ്ടായതെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നായർ സ്ത്രീകൾക്ക് നമ്പൂതിരിമാരുടെ വേപ്പാട്ടികളായി മാറേണ്ടി വന്ന ഗതികേടുകൾ ഉണ്ടായതൊക്കെ അതുകൊണ്ടാണ്. ഇങ്ങനെ ക്ഷത്രിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇത്തരം നായന്മാരെ കുറിച്ച് റോമിള താപ്പർ പറയുന്നത് ദേ ആർ കമ്പാനിയൻസ് ഓഫ് ഓണർ എന്ന് പറയുന്നത്. നാടൻ ഭാഷയെ പറഞ്ഞാൽ മുല്ലപ്പൂം പൊടി ഏറ്റ് കിടക്കുന്ന കല്ലിനുണ്ടാകുന്ന സൗരഭ്യം പോലെ ബ്രാഹ്മണന്റെ സേവ പറ്റി നടക്കുന്ന നായന്മാരിൽ ചിലരെയെങ്കിലും അവര് പൂണൂല് ധരിപ്പിച്ച് അവരെ ക്ഷത്രിയരാക്കുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ നമ്പൂതിരിമാർ തന്നെ ഉണ്ടാക്കിയ ചില തന്ത്രങ്ങളിലൂടെയും ശൈലികളിലൂടെയും ചില ആളുകളെ നായന്മാരെ ഈ ക്ഷത്രിയ പദവിയിലേക്ക് ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധമായ മാഹാത്മ്യവും കുടുംബ മാഹാത്മ്യവും നായന്മാർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നായന്മാർ ക്ഷത്രിയന്മാരായതുപോലെ തന്നെ നായന്മാര് പുണൂല് ധരിച്ച് നമ്പൂരി ആയതുപോലെ തന്നെ ഈരവരും കമ്മാളരും ഒക്കെ തന്നെ ഈ പോലെ വന്നല്ല പുണു തെളിച്ചും കർമ്മങ്ങൾ ചെയ്യുന്ന നായന്മാരായിട്ടുള്ള ഒരു അവസ്ഥയും കേരളത്തിലുണ്ട്. അങ്ങനെയാണ് ഒരു സാമൂഹ്യ പദവിയിലേക്ക് അവരെത്തിയത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ നായന്മാരെന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഡോമിനന്റ് കാസ്റ്റ് പോയിട്ട് അതിജീവിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായിരുന്നില്ല. 1925 നായർ റെഗുലേഷൻ ആക്ട് വന്നതിന് ശേഷം മരിമക്കത്തായിൽ നിന്ന് മക്കത്തായത്തിലേക്ക് പരിഗണന വയ്ക്കുകയും പിന്നീട് കേരളത്തിലെ ഗവൺമെന്റ് സർവീസുകളിൽ വരികയും മന്നത്ത് പത്മനാഭനും കേളപ്പനും അതുപോലെ ചങ്ങനാശ്ശേരി പരമേശ്വരന്മാരിലൊക്കെ ഉണ്ടാക്കിയ ഈ പറയുന്ന നായർ പ്രത്യേക ജനസംഘത്തിലൂടെ പിന്നീട് അത് NSS ആയി മാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിച്ച് പിന്നെ തൊഴിൽശാലകൾ രൂപീകരിച്ച് അങ്ങനെ ഉണ്ടായിട്ടുള്ള, അതായത് ഈ കേളപ്പന്റെയും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെയും മന്നത്ത് പത്മനാഭന്റെയും കാലത്തിന് ശേഷം, അതായത് 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നായന്മാരുടെ സാമൂഹ്യ പദവി ഉയർന്നതും അവർ വിദ്യാഭ്യാസം നേടിയതും അവർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതും ഇന്ന് കാണുന്ന മാന്യതയിലേക്ക് അവരെത്തപ്പെട്ടത്. അതുകൊണ്ട് ഒരിക്കലും അവരൊരു ഡോമിനന്റ് കാസ്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ബാർബോസയുടെ യാത്രാക്കുറിപ്പിൽ നായന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സാമുവൽ മെച്ചിയറിൻ്റെ ഞാൻ കണ്ട കേരളം എന്ന കൃതിയിൽ, അതുപോലെ ബാർത്തലോമിയുടെ ഈ പറയുന്ന സഞ്ചാരക്കുറിപ്പുകളിൽ ഒക്കെ തന്നെ നായന്മാരെ കുറിച്ച് വിശദീകരിക്കുന്ന എങ്ങനെയാണ്. ബാർത്തലോമിയ പറയുന്നത് പായ വിരിച്ച മരച്ചട്ടയും, അതായത് കട്ടിലെന്ന് പറയുന്നത് ചെമ്പ് വെങ്കല പാത്രങ്ങൾ, കിണ്ടിയ്, കലവ്, വട്ടവിളക്ക്, ഉരൽ എന്നിവയായിരുന്നു ഇവരുടെ വീട്ടുപകരണങ്ങൾ. മണ്ണും പരമ്പും കൊണ്ട് നിർമ്മിച്ച ഓല മേഞ്ഞ വീടുകളായിരുന്നു നായന്മാർക്കുണ്ടായിരുന്നതാണ്. ഇത് 1780 ഈ പറയുന്ന ബാർത്തലോമയുടെ ഈ കുറിപ്പ് വരുന്നത്. അതുപോലെ തന്നെ
നമ്മൾ വിചാരിക്കുന്ന പോലെ ഏകദാനമായ ഒരു കുടുംബ സംവിധാനമായിരുന്നില്ല നായന്മാർക്കുണ്ടായിരുന്നത്. നായന്മാർക്കിടയിൽ യഥാർത്ഥത്തിൽ 34 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ നായർ വിഭാഗം എന്ന് പറയുന്നത് കീരിയത്ത് നായരാണ്. കീര്യം എന്നാൽ ഗൃഹം, സ്വഭവനം, കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടുള്ള നായന്മാർ മാത്രമാണ് സ്വന്തം വീടുണ്ടായിരുന്നവരും. ആ സ്വന്തം വീടിനാണ് കീര്യം എന്ന് പറയുന്നത്, അല്ല ഗൃഹം എന്ന് പറയുന്നത്. ശ്രീജിത്ത് പറയുന്ന പോലെ തറവാട് എന്നൊരു വാക്ക് അന്നുണ്ടായിരുന്നില്ല. മറിച്ച് ഈ കീര്യം നോക്കി നടത്തിയിരുന്ന നായന്മാരെയാണ് കീര്യത്ത് നായന്മാരെന്ന് പറഞ്ഞത്. അവർക്കായിരുന്നു പണിക്കർ, കുറുപ്പ്, കൈമൾ, കർത്താവ്, മേനോൻ എന്നൊക്കെ സ്ഥാനപ്പേരുണ്ട്. ഇതൊക്കെ മേനോൻ എന്നൊക്കെയുള്ള സ്ഥാനപ്പേരാണ്. അങ്ങനെ മേനോക്കി ആണ് പിന്നീട് മേനോനാകുന്നത്, കണക്ക് നോക്കുന്നയാളെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ മറ്റേ പലതും സ്ഥാനങ്ങൾ കൊടുക്കുന്നതാണ്. പണിക്കർ എന്നൊക്കെ പറയുന്നത് രാജാവ് നൽകുന്ന സ്ഥാനങ്ങളാണ്. പിന്നീട് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് നായർ എന്നാണ്. ഇല്ലത്ത് നായർ എന്ന് പറഞ്ഞാൽ ഇല്ലം എന്ന് പറയുന്ന നമ്പൂതിരിയുടെ വീടാണ്. ഇല്ലത്തെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളാണ് ഇല്ലത്ത് നായർ. അതുപോലെയാണ് സ്വരൂപത്ത് നായർ. ക്ഷത്രിയരുടെ കാര്യം നോക്കുന്ന, ക്ഷത്രിയരുടെ സേവ നടത്തുന്നവരെയാണ് സ്വരൂപത്ത് നായർ എന്ന് പറഞ്ഞിരുന്നത്. അമ്പലങ്ങളിലെ അകമ്പടിക്കാരായി, കൂലിപ്പണിക്കാരായി നടന്നവരെയാണ് പാദമംഗലം നായർ എന്ന് പറയുന്നത്. പശുക്കളെ നോക്കുന്നവരെ ഇടച്ചേരി നായന്മാരെന്ന് പറയും. നാടുവാഴികളെ സേവിക്കുന്നവരെ ചാർന്ന നായരെന്ന് പറയും. അതുപോലെ മേനോക്കി എന്ന് പറയുന്നത് കണക്കെഴുത്തുകാരൻ, മേനോക്കി അല്ലെങ്കിൽ പട്ടേല മേനോൻ എന്ന് പറയുന്നത് കണക്കെഴുത്തുകാരാണ്. മാരാർ എന്ന് പറയുന്നത് ചെണ്ട കൊട്ടുന്നവരാണ്. പള്ളിച്ചൽ നായർ എന്ന് പറയുന്നത് രാജാവിൻ്റെ പല്ലക്ക് ചുമക്കുന്നവരാണ്. വട്ടേക്കാട്ട് നായർ എന്ന് പറയുന്ന, അല്ലെ ചക്കാല നായർ എന്ന് പറയുന്നത് ചക്കാട്ടുന്നവരാണ്. ചെമ്പുകുട്ടി നായർ എന്ന് പറയുന്നത് ചെമ്പ് സാമാനങ്ങൾ ഉണ്ടാക്കുന്നവര്. ഓടത്ത് നായർ എന്ന് പറഞ്ഞാൽ ഓട്ടുപാത്രം ഉണ്ടാക്കുന്നവർ. കലങ്കെട്ട് നായർ എന്ന് പറഞ്ഞാൽ പാത്രം നിർമ്മിക്കുന്ന നായന്മാര്. അസ്ഥിക്കുറിശി നായന്മാരെന്ന് പറഞ്ഞാൽ ശേഷക്രിയ ചെയ്യുന്നവര്. അങ്ങനെ ഇത് മാത്രമല്ലാതെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു വിളക്കിത്തല നായർ. വിളക്കിത്തല നായർ, വെളുത്തേടൻ എന്ന് പറഞ്ഞാൽ, വിളക്കിത്തല നായർ എന്ന് പറഞ്ഞാൽ തലമുടി വെട്ടുന്ന ബാർബർ നായന്മാര്. വെളുത്തേടൻ എന്ന് പറഞ്ഞാൽ തുണി കളക്കുന്ന നായന്മാര്. ചാലിയർ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ സ്ഥാനങ്ങളുടെ പേര് കൂടാതെ ഉണ്ണിത്താന്, തമ്പി, വല്യത്താന്, അച്ഛന്, അടിയോടി, ആശാൻ, ഏമാൻ, ഏറാടി, നമ്പ്യാര്, നായര്, പിള്ള, നെടുങ്ങാടി തുടങ്ങിയ സ്ഥാനപ്പേരുകളും നായന്മാർ ഉപയോഗിച്ചിരുന്നു. യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ട് വരെ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദരിദ്രം പിടിച്ച, ദൈന്യമായിട്ടുള്ള, മറ്റവരുടെ വെറൊരു സേവകന്മാരായിരുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് അവസ്ഥ. പിന്നീട് മരുപക്കത്താണ് നമുക്കറിയാം കേശവദേവിൻ്റെയും MTയുടെയും ഒക്കെ നോവലുകളിലൂടെ നാം മനസ്സിലാക്കുന്ന നായർ ജീവിതങ്ങളുടെ ഒരു തകർച്ചയുണ്ട്. അതായത് ഒരു കുടുംബത്തിൽ തന്നെ ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് താമസിക്കുകയും ആങ്ങളുടെയും പെങ്ങളെയും മക്കൾ തമ്മിൽ കല്യാണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വളരെ വികൃതമായിരുന്നൊരവസ്ഥ. വീടുകളിലുള്ളിൽ പാമ്പിനെ വളർത്തുക, അല്ലെങ്കിൽ സർപ്പക്കാവുന്നവരെ പാമ്പ് വളർത്തുകയും ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ സർപ്പദോഷമാകുന്ന പേരിൽ അവിടെ ഹോമങ്ങൾ നടത്തി ഉണ്ടായിരുന്ന സ്വത്തുക്കൾ വിറ്റുമേടിപ്പിക്കുന്ന നായന്മാരെ കുറിച്ചും, അതുപോലെ തന്നെ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേസ് നടത്തി മുടിഞ്ഞു പോയ ഒട്ടേറെ നായന്മാരുടെയും ഒക്കെ കഥകൾ MTയുടെ നോവലുകളും അല്ലെങ്കിൽ കേശവദേവിൻ്റെയും തകഴിയുടെയും ഒക്കെ നോവലുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പറഞ്ഞ അർത്ഥം എന്താണ്? ഈ പറയുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവട്ടം വരെയൊന്നും പോലും കേരളത്തിലെ നായന്മാരെന്ന് പറയുന്ന സുസ്ഥിരമായ ഒരു സാമൂഹിക അവസ്ഥയിൽ ഉണ്ടായിരുന്ന ജനവിഭാഗമായിരുന്നില്ല. നായന്മാർ മാത്രമല്ല, 1900 ആദ്യഘട്ടങ്ങളിലാണ് കേരളത്തിലെ ദലിത് വിഭാഗങ്ങൾ മാറുമറിച്ചൊക്കെ നടന്നിരുന്ന കാലം. 1914 ആദ്യമായി കേരളത്തിലെ ദലിത് സ്ത്രീകൾ അയ്യങ്കാളിയുടെ ഒക്കെ നേതൃത്വത്തിൽ നാണം മറച്ചതെങ്കിൽ 1920-കൾക്ക് ശേഷമാണ് നായന്മാർക്കിടയിലേക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. 1930-ന് ശേഷമാണ് നമ്പൂതിരി സ്ത്രീകൾ മാറുമറയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. പറഞ്ഞാൽ കേരളം അങ്ങനെ ഒരു വലിയ സംസ്കാര സമ്പന്നമായിരുന്ന, ഈ പറയുന്ന പോലെ കൊട്ടിഘോഷിക്കപ്പെടുന്നത് പോലെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു നാടോ പ്രദേശമായിരുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിന് തങ്ങൾ ഡോമിനൻ്റ് ആണ്, തങ്ങൾ പ്രബലരാണ്, തങ്ങളുടെ രീതികളാണ് മറ്റുള്ളവർ സ്വീകരിക്കുന്നത് എന്ന് ഈ ശ്രീജിത്തിനെ പോലുള്ളവർ പറയുന്നത് ചരിത്രപരമായ അജ്ഞത കൊണ്ടാണെന്ന് മാത്രമല്ല, തങ്ങൾ മറ്റാരേക്കാളും മഹാന്മാരാണ് എന്നുള്ള ആ ചിന്താഗതി തന്നെ വളരെ മോശമാണ്. ശ്രീജിത്തേൽ ഒരു മുസ്ലിം കുട്ടിയോട് ചോദിക്കൊണ്ട് നിങ്ങൾക്ക് തറവാടുണ്ടോ എന്ന്. നായന്മാരുണ്ടാകുന്നതിന് മുമ്പിലായി 2000 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ യഥാർത്ഥത്തിൽ അറബികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 1000-ാം ആണ്ടിലാണ് അവിടെ പുതിയ മിഷണറിമാർ വരികയും കേരളത്തിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത്.
അപ്പം അങ്ങനെ അവർക്കും കേരളത്തിൻ്റെ ചരിത്രത്തിൽ അവരുടേതായ പാരമ്പര്യമുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ വലിയ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അവർക്കൊക്കെ ഉണ്ടായ ആധിപത്യത്തിന് എത്രയോ വർഷങ്ങൾ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേരളത്തിലെ നായർ വിഭാഗങ്ങൾ സാമൂഹികമായി ഉയർന്നിട്ടുള്ളത്. അവർ സാമൂഹികമായി ഉയർന്നത് കേരളത്തിലെ പരിഷ്കരണവാദികൾ, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കേളപ്പൻ്റെയും ചങ്ങനാശ്ശേരിയുടെയും സി വി രാമപിള്ളയുടെയും മന്നത്ത് പത്മനാഭൻ്റെയും അടക്കമുള്ള നിരവധി ആളുകൾ നടത്തിയിട്ടുള്ള സാമുദായികമായ മുന്നേറ്റത്തിൻ്റെയും സമരങ്ങളുടെയും ഫലമായിട്ടാണ് അവരൊരു ജനസമൂഹമായി, ഒരു പരിഷ്കൃത സമൂഹമായി മാറിയിട്ടുള്ളത്. ഈ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് വേണം ജാതിയെക്കുറിച്ച് അഭിമാനിക്കാൻ. ഇനി ജാതിയെക്കുറിച്ച് ആരഭിമാനിച്ചാലും അത് അഭിമാനമല്ല, അതൊരു ദുരഭിമാനമാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്. അവിടെ എല്ലാവർക്കും തുല്യ മൂല്യം തന്നെയാണ് ഉള്ളത്.